നമസ്കാരം. ലോകത്തിലെ കോടതികളുടെ കോടതി ഈ ഭൂമുഖത്തെ ഏറ്റവും ക്രൂരമായ അതിക്രമങ്ങൾ ചെയ്യുന്നവർക്കെതിരെ നീതി നടപ്പിലാക്കുന്നതിനുള്ള അവസാന ആശ്രയമായിട്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അഥവാ ICC വിഭാവനം ചെയ്തിരിക്കുന്നത്. ICC രൂപീകരിക്കപ്പെട്ടതിൻ്റെ ചരിത്ര പശ്ചാത്തലം അതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ്. എന്നാൽ ഇന്നിതൊരു രാഷ്ട്രീയ കോടതിയായി മാറിയിരിക്കുകയാണ്. ICC ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാനെക്കുറിച്ച് പ്രമുഖ അമേരിക്കൻ പത്രമായ ദി വേൾ സ്ട്രീറ്റ് ജേണൽ ഈയിടെ ഏപ്രിൽ 28 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ ICCയുടെ നിഷ്പക്ഷതയെ തന്നെ സംശയത്തിൻ്റെ നിഴലിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് പരിശോധിക്കുന്നു. ലോകത്തിലെ കോടതികളുടെ കോടതിയെയും പാൻ ഇസ്ലാമിസം വിഴുങ്ങുന്നു. കരീം ഖാൻ ആരാണെന്നാവും ആദ്യം തോന്നുന്ന സംശയം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ICCയുടെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിലാണ്. അതിനിടയാക്കിയ കാരണത്തിൻ്റെ ശബ്ദരേഖയാണ് വാൾ സ്ട്രീറ്റ് ജേണൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കരീം ഖാനെതിരെയുള്ള സ്ത്രീപീഡന പരാതികൾ നിലവിലുണ്ട്. ഇത് ഞങ്ങൾ പരിഹരിച്ചു തരാമെന്ന് ഖത്തർ പ്രതിനിധികൾ പറയുന്നു. പകരം അവർക്കൊരു ഡിമാൻഡാണുള്ളത്. നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണം. അത് സംഭവിക്കുകയും ചെയ്തു. ഇത് ചേർത്ത് വായിക്കുമ്പോൾ എത്ര ഭീകരമാണ് ഈ ലോകത്തിൻ്റെ നീതിന്യായ നിർവഹണമെന്ന് ഓർത്തു പോകും. ഒരു പ്രാദേശിക മജിസ്ട്രേറ്റ് അഴിമതിക്കാരനാണെന്ന് പറയുന്നത് പോലെയല്ല ലോക കോടതിയുടെ കാര്യം. UN അടക്കമുള്ള സകല ഏജൻസികളും ജനാധിപത്യ വിരുദ്ധരായ ഇസ്ലാമിക സംഘടനകളുടെ കളിപ്പാവയായി മാറി എന്ന് നേരത്തെ തന്നെയുള്ള ആക്ഷേപം ശരിവെക്കുന്ന റിപ്പോർട്ടുകളാണിവ. ലോക കോടതിയിൽ പോലും അഴിമതി വന്നാൽ ആരെ വിശ്വസിക്കും? ഇസ്രായേൽ ആരോപിക്കുന്നത് പോലെ പാൻ ഇസ്ലാമിസം ICCയെ വിഴുങ്ങുകയാണോ? അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപപ്പെട്ടത് ദീർഘകാലത്തെ ചർച്ചകൾക്കും 1990കളിൽ നടന്ന ദാരുണമായ വംശഹത്യകൾക്കും ശേഷമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ന്യൂറംബർഗ് ടോക്കിയോ വിചാരണകൾക്ക് ശേഷം കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ ഒരു സ്ഥിരം കോടതി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ ശീതയുദ്ധം കാരണം ഈ നീക്കങ്ങൾ വൈകി. ഒടുവിൽ 1998 ഇറ്റലിയിലെ റോമിൽ നടന്ന UN സമ്മേളനത്തിൽ റോം ചാർട്ടർ അംഗീകരിച്ചതോടെയാണ് ICCക്ക് അടിത്തറയായത്. 2002 ജൂലൈ 1 കോടതി ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. 1990കളിൽ യൂഗോസ്ലോവിയയിലും റുവാണ്ടയിലും നടന്ന വംശഹത്യകളും ക്രൂരകൃത്യങ്ങളുമാണ് ഒരു സ്ഥിരം അന്താരാഷ്ട്ര കോടതി വേണമെന്ന ബോധ്യം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശക്തമാക്കിയത്. യൂഗോസ്ലാവിയയിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് 1993 ഇന്റർനാഷണൽ ക്രിമിനൽ ട്രിബ്യൂണൽ ഫോർ ഫോർമർ യൂഗോസ്ലാവിയ എന്ന സംഘടന രൂപീകരിച്ചു. റുവാണ്ടയിലെ വംശഹത്യയെ തുടർന്ന് 1994 ഇന്റർനാഷണൽ ക്രിമിനൽ ട്രിബ്യൂണൽ ഓഫ് റുവാണ്ടയും രൂപീകരിച്ചു. ഇങ്ങനെ ഓരോ പ്രശ്നത്തിനും പ്രത്യേകം കോടതികൾ രൂപീകരിക്കുന്നത് പ്രായോഗികമല്ലെന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു സ്ഥിരം സംവിധാനം വേണമെന്നും ഈ രണ്ട് കോടതികളുടെയും പ്രവർത്തനം തെളിയിച്ചു. വംശഹത്യ, മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ, യുദ്ധക്കുറ്റങ്ങൾ എന്നിവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ ICCക്ക് മികച്ചൊരു നിയമപരമായ മാതൃക നൽകിയത് ഈ രണ്ട് ട്രിബ്യൂണലുകളാണ്. ഉദാഹരണത്തിന്, ലൈംഗിക അതിക്രമങ്ങളെ വംശഹത്യയുടെ ഭാഗമായി കാണുന്ന രീതി വന്നത് റുവാണ്ടൻ ട്രിബ്യൂണലിലായിരുന്നു. യൂഗോസ്ലാവിയയിലെയും റുവാണ്ടയിലെയും വിചാരണകൾ ഒരു പരീക്ഷണശാല പോലെ പ്രവർത്തിക്കുകയും അന്താരാഷ്ട്ര ക്രിമിനൽ നിയമങ്ങളുടെ വളർച്ചയ്ക്കും ICCയുടെ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ 1998 റോമിൽ നടന്ന സമ്മേളനത്തിൽ രൂപം നൽകിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് അന്തർദേശീയ ക്രിമിനൽ കോടതി രൂപപ്പെട്ടത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലൊന്നാണ് ചീഫ് പ്രോസിക്യൂട്ടർ. വംശഹത്യ, യുദ്ധക്കുറ്റങ്ങൾ, മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്തുകയും കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയുമാണ് ഈ ഓഫീസിന്റെ പ്രധാന ദൗത്യം. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും കോടതിയുടെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ നടന്നതായി വിശ്വസനീയമായ വിവരം ലഭിച്ചാൽ അന്വേഷണം ആരംഭിക്കാൻ പ്രോസിക്യൂട്ടർക്ക് അധികാരമുണ്ട്. കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുക, സാക്ഷികളെ വിസ്തരിക്കുക, രേഖകൾ പരിശോധിക്കുക തുടങ്ങിയവ വഴി പ്രതികൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുക പ്രോസിക്യൂട്ടറാണ്. ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ കോടതിയിൽ ഹാജരാക്കാനോ ആവശ്യപ്പെട്ടുകൊണ്ട് ജഡ്ജിമാരുടെ പാനലിന് അപേക്ഷ നൽകുകയും ഇദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. കോടതിയിൽ കേസുകൾ വാദിക്കുകയും പ്രതികൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കേണ്ടതും പ്രോസിക്യൂട്ടർ തന്നെയാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ ഗവൺമെൻറ്റുകളുടെ ഇടപെടലുകൾക്കോ വഴങ്ങാതെ പൂർണ്ണമായും സ്വതന്ത്രമായും പ്രവർത്തിക്കാൻ പ്രോസിക്യൂട്ടർ ബാധ്യസ്ഥനാണ്. പക്ഷേ അതൊന്നുമല്ല സംഭവിക്കുന്നത് എന്ന് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നു. ICC പ്രോസിക്യൂട്ടർ കരീം ഖാനെതിരെ ഒരു വനിതാ സ്റ്റാഫ് അംഗമാണ് ഗുരുതരമായ പരാതി ഉന്നയിച്ചത്. 2023 2024 ഇടയിലുള്ള കാലയളവിൽ ഖാൻ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാനും നിർബന്ധിക്കാനും ശ്രമിച്ചതായിട്ടാണ് യുവതിയുടെ പരാതി. ഇതിൽ അനാവശ്യമായ ലൈംഗിക സ്പർശനം, അനുവാദമില്ലാതെയുള്ള ലൈംഗിക ബന്ധത്തിനുള്ള സമ്മർദ്ദം എന്നിവ ഉൾപ്പെടുന്നു. ജോലി സംബന്ധമായ യാത്രകൾക്കിടയിൽ ഹോട്ടൽ മുറികളിൽ വെച്ചും ICC ഓഫീസിലും കരീം ഖാന്റെ വീട്ടിൽ വെച്ചും ഇത്തരത്തിലുള്ള പെരുമാറ്റമുണ്ടായതായി യുവതിയുടെ പരാതിയിൽ പറയുന്നു. ആരോപണങ്ങൾ പുറത്തു പറഞ്ഞാൽ അത് ICC നടത്തുന്ന ഫലസ്തീൻ കേസുകളെയും നെതന്യാഹുവിനെതിരെയുള്ള വാറന്റ് ഉൾപ്പെടെയുള്ളതിനെയും ദോഷകരമായി ബാധിക്കുമെന്ന് പറഞ്ഞ് തന്നെ നിശബ്ദയാക്കാൻ ഖാൻ ശ്രമിച്ചതായും പരാതിക്കാരി ആരോപിക്കുന്നു. ജോലിയിൽ തരം താഴ്ത്തപ്പെടുമെന്ന ഭയവും തനിക്കുണ്ടായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. ഇതൊരു സംഭവം മാത്രമല്ല.
കരീം ഖാന്റെ കീഴിൽ ഇന്റേണായി ജോലി ചെയ്തിരുന്ന പട്രീഷ്യ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു സ്ത്രീയും സമാനമായി പീഡന ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. 2025 ഓഗസ്റ്റിൽ ഗാർഡിയനാണ് ഈ വിവരങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത്. 2009 കരീം ഖാൻ ഒരു പ്രമുഖ പ്രതിഭാഗം വക്കീലായി അന്താരാഷ്ട്ര കോടതികളിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ ശമ്പളമില്ലാത്ത ഇന്റേണായി ജോലി ചെയ്തിരുന്നപ്പോഴാണ് പീഡനമുണ്ടായതെന്ന് യുവതി ആരോപിക്കുന്നു. താൻ ജോലി ചെയ്യുന്ന സമയത്ത് ഖാൻ നിരന്തരമായി ലൈംഗിക ചൊവ്വയുള്ള സംസാരങ്ങളും സമീപനങ്ങളും നടത്തിയെന്നും അവർ പറയുന്നു. കോടതി ഓഫീസിനുള്ളിൽ വെച്ച് തന്റെ സമ്മതമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചതായും ഹേഗിലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയിൽ വെച്ച് ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയും അവിടെ വെച്ച് ലൈംഗിക ബന്ധത്തിന് സമ്മർദ്ദം ചെലുത്തിയതായും പരാതിയിലുണ്ട്. തന്റെ കരിയറിനെ ബാധിക്കുമെന്ന ഭയം കൊണ്ടും ജോലിയിൽ നല്ലൊരു ശുപാർശ കത്ത് ലഭിക്കാൻ വേണ്ടിയും അന്ന് താനിത് സഹിക്കുകയായിരുന്നുവെന്ന് അവർ വെളിപ്പെടുത്തി. ഈ സംഭവത്തിലും പരാതിക്കാരി അന്വേഷണ പാനലിന് മുമ്പാകെ തന്റെ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ICC നിയമിച്ച പ്രത്യേക ജഡ്ജിമാരുടെ പാനൽ ഈ ആരോപണങ്ങളിൽ ഖാനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ മതിയായ തെളിവുകളില്ലെന്നായിരുന്നു നിരീക്ഷിച്ചത്. കരീം അസദ് അഹമ്മദ് ഖാൻ എന്ന മുഴുവൻ പേരുള്ള ഇയാൾ ഒരു ബ്രിട്ടീഷ് പൗരനാണ്. പിതാവ് പാകിസ്ഥാൻ വംശജനാണ്. പാകിസ്ഥാനിലെ മർദാൻ സ്വദേശിയും ഡെർമറ്റോളജിസ്റ്റുമായിരുന്നു. മാതാവ് ഒരു ബ്രിട്ടീഷ് നേഴ്സായിരുന്നു. 1970 മാർച്ച് 30 സ്കോട്ട്ലൻഡിലെ എഡിൻബറയിലാണ് കരീം ഖാൻ ജനിച്ചത്. വളർന്നതും വിദ്യാഭ്യാസം നേടിയതുമെല്ലാം ബ്രിട്ടനിലാണ്. അദ്ദേഹം ഒരു അഹമ്മദീയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഈ വിഭാഗം പാകിസ്ഥാനിൽ കടുത്ത വിവേചനങ്ങൾ നേരിടുന്നവരാണ്. കരീം ഖാൻ BBC-യിലും മറ്റും തൻ്റെ മതപരമായ പശ്ചാത്തലത്തെക്കുറിച്ചും മുസ്ലിം ഐഡൻറ്റിറ്റിയെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാരനായ ഇമ്രാൻ അഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൃത്യമായ ഒരു ഇസ്ലാമിക പശ്ചാത്തലവും അദ്ദേഹത്തിനുണ്ട്. വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട ശബ്ദരേഖ പ്രകാരം നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചാൽ കരീം ഖാനെതിരെയുള്ള പീഡന പരാതികൾ ഒതുക്കി തീർക്കാൻ ഖത്തർ വാഗ്ദാനം ചെയ്യുന്നതായി തെളിയുന്നുണ്ട്. ശബ്ദരേഖയിൽ കരീം ഖാൻ, പരാതിക്കാരിയായ യുവതി, ഒരു ഇടനിലക്കാരൻ എന്നിവരാണ് സംസാരിക്കുന്നത്. പീഡന പരാതി പിൻവലിക്കാൻ യുവതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായും ഇതിനായി ഖത്തറിന്റെ സഹായം വാഗ്ദാനം ചെയ്യുന്നതായും ശബ്ദരേഖയിൽ വ്യക്തമാണ്. ഈ രഹസ്യധാരണയനുസരിച്ച് ഖാൻ നേരിടുന്ന അന്വേഷണം പൊളിക്കാൻ ഖത്തർ 2 സ്വകാര്യ അന്വേഷണ ഏജൻസികളെ ഏൽപ്പിച്ചതായും ഓഡിയോയിൽ പറയുന്നു. ഹൈഗേറ്റ്, എലീഷ്യസ് ഇന്റലിജൻസ് എന്നീ 2 ലണ്ടൻ ഏജൻസികളെയാണ് ഖത്തർ ചുമതലപ്പെടുത്തിയത്. പരാതിക്കാരിയുടെ വിശ്വാസ്യത തകർക്കാനും വ്യക്തിഗത വിവരങ്ങൾ ചോർത്താനും ഈ ഏജൻസികൾ നിയമവിരുദ്ധ മാർഗങ്ങൾ ഉപയോഗിച്ചതായിട്ടാണ് ദി ഗാർഡിയൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഹമാസ് നേതാക്കളെയും ഒരേപോലെ ചിത്രീകരിക്കുന്ന ICC നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോടതിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്നതായും വാൾ സ്ട്രീറ്റ് ജേണൽ വിമർശിച്ചു. ജനാധിപത്യ ഭരണാധികാരിയെ ഭീകരവാദികളുമായി താരതമ്യം ചെയ്യുന്നത് വഴി ICC ഒരു രാഷ്ട്രീയ ഉപകരണമായി മാറിയെന്നും അന്വേഷണത്തിൽ ഖത്തറിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 വ്യത്യസ്ത തലത്തിലുള്ള കണ്ടെത്തലുകളാണ് നിലവിലുള്ളത്. UN ഏജൻസി നടത്തിയ അന്വേഷണത്തിൽ കരീം ഖാൻ പരാതിക്കാരിയുമായി അനുവാദമില്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് കണ്ടെത്തിയതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ UN റിപ്പോർട്ട് പരിശോധിച്ച ICC-ലെ 3 ജഡ്ജിമാരുടെ പാനൽ 2026 മാർച്ചിൽ ഖാനെ കുറ്റവിമുക്തനാക്കി. ഖാന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ പെരുമാറ്റ ദൂഷ്യം നടന്നതായി തെളിയിക്കാൻ മതിയായ തെളിവുകളില്ലെന്നായിരുന്നു പാനലിന്റെ കണ്ടെത്തൽ. എന്നാൽ ജഡ്ജിമാരുടെ ഈ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാകാത്ത ചില അംഗരാജ്യങ്ങൾ കരീം ഖാനെതിരെ അച്ചടക്ക നടപടികൾ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തുണ്ട്. തന്റെ പേരും കളങ്കപ്പെടുത്താൻ ഇസ്രായേൽ അനുകൂല ശക്തികൾ നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ ആരോപണങ്ങളെന്നാണ് കരീം ഖാന്റെ വാദം. ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണൽ ശബ്ദരേഖ പുറത്തുവിട്ടതോടെ ഗൂഢാലോചന തെളിയുകയാണ്. എന്നാൽ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായ പ്രചാരണത്തിന്റെ ഭാഗമാണിതെന്നുമാണ് ഖത്തർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കാര്യങ്ങൾ കൂട്ടിവായിക്കുമ്പോൾ എല്ലാം വ്യക്തമാണ്. ഖത്തറാണ് ഇന്ന് ഇസ്ലാമിക ലോകത്ത് നിന്ന് ഇസ്രായേലിനെതിരായ കുത്തിത്തിരിപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന് നെതന്യാഹു നേരത്തെ ആരോപിച്ചിട്ടുണ്ട്. ജനാധിപത്യ ഭരണാധികാരിയെ ഭീകരവാദികളെയും ഒരുപോലെയാണ് ICC കാണുന്നത് എന്നതാണ് ഇത് സംബന്ധിച്ച ഏറ്റവും വലിയ പ്രശ്നം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ 2024 നവംബർ 21 ഔദ്യോഗികമായി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. പ്രധാനമായും യുദ്ധക്കുറ്റങ്ങൾ, മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവ ചുമത്തിയാണ് ഈ നടപടി. പട്ടിണി ഒരു യുദ്ധമുറയായി ഉപയോഗിച്ചു. ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് ഭക്ഷണം, വെള്ളം, മരുന്ന്, ഇന്ധനം, വൈദ്യുതി തുടങ്ങിയ അവശ്യ വസ്തുക്കൾ ബോധപൂർവ്വം നിഷേധിച്ചു എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഇതൊക്കെ ഹമാസിന്റെ ആരോപണങ്ങളാണ് എന്നതുകൂടി ഓർക്കണം. അതുപോലെ ഗാസയിലെ സിവിലിയൻ ജനതയെ മനഃപൂർവ്വം ആക്രമണത്തിന് ഇരയാക്കിയതായും കോടതി നിരീക്ഷിച്ചു. ഗാസയിൽ നടക്കുന്ന വ്യാപകമായ കൊലപാതകങ്ങൾക്കും പീഡനങ്ങൾക്കും നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും നേരിട്ട് ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി കണ്ടെത്തി. മെഡിക്കൽ സൗകര്യങ്ങൾ തടഞ്ഞതും ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. ICC പ്രോസിക്യൂട്ടറായ കരീം ഖാൻ 2024 മെയ്യിൽ നൽകിയ അപേക്ഷയിലാണ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഉത്തരവനുസരിച്ച് ICC അംഗങ്ങളായ 124 രാജ്യങ്ങളിൽ എവിടെയെങ്കിലും നെതന്യാഹു എത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ആ രാജ്യങ്ങൾ ബാധ്യസ്ഥരാണ്. എന്നാൽ ഇസ്രയേലും അമേരിക്കയും ഈ കോടതിയുടെ അധികാരപരിധിയെ അംഗീകരിക്കുന്നില്ല. ICCയുടെ അറസ്റ്റ് വാറന്റിനെ ബെഞ്ചമിൻ നെതന്യാഹു തള്ളുകയാണ്. ICCയുടെ വാറന്റിനെ അസംബന്ധവും തെറ്റായതുമായ നടപടിയെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്.
19-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആൽഫ്രഡ് ഡെഫ്രസ് എന്ന ജൂത ഉദ്യോഗസ്ഥനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തോടാണ് നെതന്യാഹു ഇതിനെ ഉപമിച്ചത്. ഡെഫ്രസ് വിചാരണയിൽ എന്ന പോലെ ചരിത്രം തന്നെ നിരപരാധിയാണെന്ന് തെളിയിക്കുമെന്ന് അദ്ദേഹം വാദിക്കുന്നു. ICCയുടെ തീരുമാനം മതവിദ്വേഷം നിറഞ്ഞതാണെന്ന് നെതന്യാഹു ആരോപിക്കുന്നു. ഇസ്രായേൽ ജനതയെ മൊത്തത്തിൽ ലക്ഷ്യം വെക്കുന്നതാണ് ഈ നീക്കമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഹമാസ് എന്ന ഭീകര സംഘടനയിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഇസ്രായേലിന്റെ സ്വാഭാവിക അവകാശത്തെ തടയാനുള്ള ശ്രമമാണ് ഈ വാറണ്ടെന്ന് നെതന്യാഹു വാദിക്കുന്നു. ഇസ്രായേൽ ICCയിൽ അംഗമല്ലാത്തതിനാൽ കോടതിക്ക് ഇസ്രായേൽ പൗരന്മാരെ വിചാരണ ചെയ്യാൻ അധികാരമില്ലെന്ന് നെതന്യാഹു വാദിക്കുന്നു. ഹമാസ് നേതാക്കൾക്കൊപ്പം ഇസ്രായേൽ ഭരണാധികാരികൾക്കും വാറണ്ട് പുറപ്പെടുവിച്ചതുവഴി ഹമാസിനെയും ഇസ്രായേലിനെയും ഒരേ നിരയിൽ നിർത്തിയതിനെ നെതന്യാഹു ശക്തമായി എതിർക്കുന്നു. മാത്രമല്ല, ഈ വാദങ്ങളൊക്കെ കള്ളമാണെന്നും ഇസ്രായേൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഗാസയിലേക്ക് വേണ്ട വെള്ളവും വൈദ്യുതിയും മറ്റ് സൗകര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഇസ്രായേലാണ്. എന്നാൽ ഹമാസ് ആ ഭക്ഷണ ട്രക്കുകൾ വരെ കൊള്ളയടിക്കുകയാണ്. ആശുപത്രികൾക്കും സ്കൂളുകൾക്കും അടിയിൽ ഹമാസ് തുരങ്കം തീർത്തു. അവിടെ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. മാത്രമല്ല, ഹമാസ് ഭീകരരെ തേടി തങ്ങൾ തിരച്ചിലോ ആക്രമണമോ നടത്തുമ്പോൾ മുൻകൂട്ടി മുന്നറിയിപ്പ് കൊടുക്കാറുണ്ടെന്നും അവർ പറയുന്നു. ഗാസയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കിയ ഹമാസിനെതിരെ എന്ത് നടപടിയാണ് ICC എടുത്തതെന്ന് ഇസ്രായേൽ ചോദിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കരീം ഖാൻ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. കരീം ഖാനെതിരെയുള്ള ആരോപണങ്ങളിൽ ICC ഭരണസമിതി ഇപ്പോൾ അതീവ ഗൗരവകരമായ ചില നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. അച്ചടക്ക നടപടികളുമായി മുന്നോട്ട് പോകാൻ ICC അംഗരാജ്യങ്ങൾ 2024 ഏപ്രിലിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ICCയുടെ ഭരണസമിതിയായ അസംബ്ലി ഓഫ് സ്റ്റേറ്റ് പാർട്ടീസാണ് ഈ തീരുമാനമെടുത്തത്. 3 ICC ജഡ്ജിമാരടങ്ങിയ പാനൽ ആരോപണങ്ങളിൽ വ്യക്തമായ തെളിവില്ലെന്ന് നിരീക്ഷിച്ചുവെങ്കിലും ഈ റിപ്പോർട്ട് സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ASAPക്കാണ്. ജഡ്ജിമാരുടെ കണ്ടെത്തലുകൾ തള്ളിക്കൊണ്ട് അന്വേഷണം തുടരാൻ അവർ തീരുമാനിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. കരീം ഖാൻ അതീവ ഗൗരവകരമായ കുറ്റം ചെയ്തുവെന്ന് സമിതിക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനായി 124 അംഗരാജ്യങ്ങൾക്കിടയിൽ വോട്ടെടുപ്പ് നടത്തും. ഇതിനായി രഹസ്യ ബാലറ്റിലൂടെയുള്ള വോട്ടെടുപ്പാണ് നടക്കുക. തനിക്കെതിരെ ഉയർന്നിട്ടുള്ളത് വ്യാജമായ ആരോപണങ്ങളാണെന്നും ഇത് ചില രാഷ്ട്രങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന വേട്ടയാടലാണെന്നുമാണ് കരീം ഖാൻ്റെ പക്ഷം. ഇതിനെതിരെ അദ്ദേഹം ശക്തമായ നിയമപോരാട്ടം നടത്തുന്നുണ്ട്. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അദ്ദേഹം നിർബന്ധിത അവധിയിൽ തന്നെ തുടരും. ഈ സമയത്ത് ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർമാരായിരിക്കും കോടതിയുടെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കുക. പക്ഷേ അപ്പോഴേക്കും ICCയുടെ വിശ്വാസ്യത തകർന്നുപോയി. കരീം ഖാനെതിരെയുള്ള ഈ വിവാദങ്ങൾ ഇസ്രായേൽ ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട ICC അന്വേഷണങ്ങളിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ എന്നിവർക്കെതിരെ കരീം ഖാൻ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ടുകളുടെ വിശ്വാസ്യതയെ ഈ ആരോപണങ്ങൾ ബാധിച്ചിട്ടുണ്ട്. പ്രോസിക്യൂട്ടറുടെ വ്യക്തിപരമായ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്നത് വാറണ്ടുകൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് പല രാജ്യങ്ങളെയും പിന്നോട്ട് വലിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഖത്തർ കരീം ഖാനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ ആയുധമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നിഷ്പക്ഷതയെ തന്നെ ഈ സംഭവം ബാധിച്ചിട്ടുണ്ട്. പ്രോസിക്യൂട്ടർക്കെതിരെ ഗൗരവകരമായ അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം എടുത്ത മുൻകാല തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്ന സമ്മർദ്ദം വിവിധ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായേക്കാം. ICCക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ ആലോചിക്കുന്ന അമേരിക്കൻ കോൺഗ്രസിന് കരീം ഖാനെതിരെയുള്ള ഈ ആരോപണങ്ങൾ തങ്ങളുടെ നീക്കങ്ങളെ ന്യായീകരിക്കാനുള്ള ഒരു മാർഗമായി മാറിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, കരീം ഖാൻ പുറത്താക്കപ്പെട്ടാൽ ഇസ്രായേൽ നേതാക്കൾക്കെതിരെയുള്ള നടപടികൾ മരവിപ്പിക്കാനോ അല്ലെങ്കിൽ അനിശ്ചിതമായി നീണ്ടുപോകാനോ സാധ്യതയുണ്ട്.